നമ്മുടെ സംസ്ഥാനത്ത് ആരാധനാലയങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു തസ്കര സംഘമുണ്ട് സാർ. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല സാർ. ഇപ്പോൾ പന്തല്ലൂർ ക്ഷേത്രത്തിൻ്റെ കാര്യം നമുക്കറിയാം. ഏതാണ്ട് 650 ഏക്കർ ഭൂമിയാണ് പന്തല്ലൂർ ദേവീക്ഷേത്രത്തിനുള്ളത് സാർ. കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനം കഴിഞ്ഞ 60 വർഷക്കാലമായി അത് കൈയടക്കി വെച്ച് ആ ക്ഷേത്രഭൂമി തങ്ങളുടെ കൈവശം വെച്ച് അനുഭവിക്കുകയായിരുന്നു സാർ. മണികണ്ഠൻ എന്ന് പറയുന്ന ആ നാട്ടിലെ ഒരു സാധാരണ പൗരൻ നടത്തിയ 18 വർഷക്കാലം നീണ്ട പോരാട്ടം, നിയമ പോരാട്ടം നടത്തി സാർ ആ ഭൂമി ക്ഷേത്രഭൂമിയാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി സാർ. നമ്മുടെ രാജ്യത്ത് തന്നെ വൻകിട കോർപ്പറേറ്റുകളിൽ ഒന്നായി മാറിയ ഈ കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനം 18 വർഷക്കാലം ഈ ഒറ്റയാനോട് പോരാടി എന്നുള്ളതാണ് സാർ. നമ്മുടെ സംസ്ഥാനം രൂപീകരിച്ച് ഒന്നാമത്തെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സന്ദർഭം മുതൽ നമ്മുടെ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഴിമതിരഹിതമായ ഒരു സംവിധാനം ഭരണതലത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ 57 ഗവൺമെൻറ് മുതൽ, ഒന്നാമത്തെ EMSൻ്റെ ഗവൺമെൻറ് മുതൽ എപ്പോഴെല്ലാം ഇടതുപക്ഷം നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് സാർ. ആ വഴിയിലൂടെയുള്ള നമ്മുടെ സഞ്ചാരമാണ് പുതിയ കേരളത്തെ സൃഷ്ടിക്കുന്നതിനും ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സംസ്ഥാനം എന്നുള്ള നിലയിൽ എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലേക്ക് എല്ലാ മേഖലകളിലും മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട് സാർ. 2016 ഒന്നാം പിണറായി ഗവൺമെൻറ്റാണ് നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ മെച്ചപ്പെട്ട സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ആരംഭം എന്നുള്ള നിലയിൽ ആദരണീയനായിട്ടുള്ള VS നേതൃത്വം കൊടുക്കുന്ന ഭരണപരിഷ്കാര കമ്മീഷനെ നിയോഗിച്ചത്. ആ ഭരണപരിഷ്കാര കമ്മീഷൻ വളരെ ഫലപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഗവൺമെൻറ്റിന് മുന്നിൽ സമർപ്പിച്ചതായിട്ടുള്ള നിർദ്ദേശങ്ങളിൽ മുഖ്യമായ നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സാർ ഇപ്പോൾ ഈ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പൊതു സേവന അവകാശ ബില്ല് നമ്മുടെ സംസ്ഥാനത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് സാർ. നമ്മുടെ സ്റ്റേറ്റിൻ്റെ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിയമം ആയിരിക്കും സുവർണ നിയമം എന്നെല്ലാം ചില നിയമങ്ങളെ നമ്മൾ പറയാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സുവർണ നിയമമായിരിക്കും സേവനാവകാശ നിയമം എന്ന് ഈ ബില്ല് പാസ്സാക്കി കഴിഞ്ഞ് അതിനുശേഷം നടക്കുന്ന ഭരണ നടപടികളിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സാർ. ഭരണ നിർവഹണത്തിൻ്റെ രംഗത്ത് ജനങ്ങൾ നേരിടുന്നതായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ വിഷമങ്ങൾ പരിഹരിച്ച് സർക്കാരിൻ്റെ സേവനങ്ങൾ കഴിയുന്നത്ര വേഗതയിലും വളരെ സൗകര്യപ്രദമായിട്ടും നൽകാൻ പുതിയ പദ്ധതികൾ നമ്മുടെ ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പം നമ്മുടെ കേരളം ഡിജിറ്റൽ കേരള ഇനിഷ്യേറ്റീവ്, ആ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് സാർ. ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാനും അവയുടെ തത്സമയ വിവരങ്ങൾ അറിയാനും പ്രത്യേക സംവിധാനമാണ് സാർ ഈ പദ്ധതിയിലൂടെ നമുക്ക് നടപ്പിലാക്കാനായിട്ടുള്ളത് സാർ. സമീപ ദിവസം തന്നെയാണ് ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി ജനങ്ങളോടൊപ്പം എന്ന തരത്തിലുള്ള ഒരു പുതിയ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരിക്കുന്നത് സാർ. 10,000-കണക്കിന് ആളുകളാണ് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സംവിധാനത്തിലൂടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പെട്ടെന്ന് നമുക്ക് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാ വകുപ്പുകളിലും വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പ്രത്യേകിച്ച് നിർവഹിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. സേവന വിതരണത്തിന് AI ഉൾപ്പെടെ നൂതന മാർഗങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഇപ്പോൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ കാര്യം. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഏകോപിപ്പിക്കാൻ ഏകീകൃത രജിസ്ട്രി ഉണ്ടാക്കും സാർ. സാർ, ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട 11 ബില്ലുകളാണ് സാർ ഇന്ന് നമ്മുടെ നിയമസഭ പരിഗണിക്കാനിരുന്നത്. ഇത് അറിഞ്ഞുകൂടാത്തവരല്ല കേരളത്തിലെ പ്രതിപക്ഷം. കേരളത്തിലെ പ്രതിപക്ഷം ഈ ബില്ലുകളോടും ഈ നിയമം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി തുടങ്ങുമ്പോൾ ജനങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള പുതിയ സാഹചര്യത്തെ സംബന്ധിച്ചും മനസ്സിലാകാതെയാണോ നിയമസഭയ്ക്ക് അകത്തും പുറത്തും കാര്യമില്ലാതെ തന്നെ, അങ്ങനെ തന്നെ പറയാം സാർ, ഒരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാര്യമില്ലാതെ തന്നെ പ്രകോപനം സൃഷ്ടിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇന്ന് രാവിലെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ സഭാനാഥനായിട്ടുള്ള അങ്ങ് ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. നിരന്തരമായിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കും സാർ. സത്യത്തിൽ നിയമസഭയിലെ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രകടനം കാണുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും, 3ാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിലെങ്കിലും കുറച്ചുകൂടെ നിലവാരമുള്ളൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് സാർ. എന്തും പറയുന്നതായിട്ടുള്ള, എവിടെയും പറയുന്നതായിട്ടുള്ള എല്ലാം ഞങ്ങൾക്കറിയാം, എല്ലാം തികഞ്ഞവരാണ് ഞങ്ങൾ ഓരോരുത്തരും വലിയ സംഭവങ്ങളാണ് എന്ന മട്ടിലാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവടക്കമുള്ള പ്രതിപക്ഷ നേതൃനിരയിലെ ചില നേതൃമന്യന്മാരുടെ രീതികൾ കണ്ടാൽ നമുക്ക് തോന്നുക സാർ. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ശബരിമലയിലെ പ്രശ്നം സാർ, ശബരിമലയുടെ പ്രശ്നം മാത്രമായിട്ട് നമ്മൾ കാണേണ്ടത് സാർ. നമ്മുടെ സംസ്ഥാനത്ത്
ആരാധനാലയങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു തസ്കര സംഘമുണ്ട് സാർ. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല സാർ. ഇത് ഒരു നിമിത്തമായി എടുത്തുകൊണ്ട്, ഒരു കാരണമായിട്ട് എടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രങ്ങളായി വളർന്നു വരുന്ന ക്ഷേത്രങ്ങളിൽ ഭാവിയിൽ ഒരിക്കലും ഇത്തരം നടപടികൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു രീതിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സാർ. സാർ, പലതരത്തിലുള്ള കവർച്ചയാണ് ഈ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് സാർ. ഇപ്പോൾ പന്തല്ലൂർ ക്ഷേത്രത്തിൻ്റെ കാര്യം നമുക്കറിയാം. ഏതാണ്ട് 650 ഏക്കർ ഭൂമിയാണ് പന്തല്ലൂർ ദേവീക്ഷേത്രത്തിനുള്ളത്. 400 ഏക്കർ റബ്ബറാണ്, 130 ഏക്കർ കാപ്പിയാണ്, 120 ഏക്കർ സ്ഥലം തെങ്ങിൻ തോട്ടമാണ് സാർ. കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനം കഴിഞ്ഞ 60 വർഷക്കാലമായി അത് കൈയടക്കി വെച്ച് ആ ക്ഷേത്രഭൂമി തങ്ങളുടെ കൈവശം വെച്ച് അനുഭവിക്കുകയായിരുന്നു സാർ. മണികണ്ഠൻ എന്ന് പറയുന്ന ആ നാട്ടിലെ ഒരു സാധാരണ പൗരൻ നടത്തിയ 18 വർഷക്കാലം നീണ്ട പോരാട്ടം, നിയമ പോരാട്ടം നടത്തി സാർ ആ ഭൂമി ക്ഷേത്രഭൂമിയാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി സാർ. നമ്മുടെ രാജ്യത്ത് തന്നെ വൻകിട കോർപ്പറേറ്റുകളിൽ ഒന്നായി മാറിയ ഈ കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനം 18 വർഷക്കാലം ഈ ഒറ്റയാനോട് പോരാടി എന്നുള്ളതാണ്. ആ ഒറ്റയാൻ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ആ ഭൂമി തിരിച്ചു പിടിക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമുണ്ട് സാർ. പലതരത്തിലുള്ള കവർച്ചയാണ് സാർ. ചിലർ ഇപ്പോൾ ശബരിമലയിൽ ഒരിക്കൽ നമ്മൾ കേട്ടു അവിടെ പാത്ര കവർച്ച. ഞാൻ കൂടുതൽ പറയുന്നില്ല സാർ. 1.5 കോടി രൂപയുടെ പാത്ര കവർച്ചയാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ സ്വന്തം സഹോദരൻ ശബരിമലയിൽ നടത്തിയത് സാർ. ഇത്തരത്തിലുള്ള കവർച്ചകൾ നടക്കുന്നതിനെല്ലാം കാരണമായി വരുന്ന വസ്തുതകളെ മനസ്സിലാക്കി ഇങ്ങനെയുള്ള ആളുകളെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൂടെ നിശ്ചയമായിട്ടും വർത്തമാന കാലഘട്ടത്തിലെ ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ ഗവൺമെൻറ് ഉത്തരവാദിത്വമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് സാർ. സാർ, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ദേവസ്വം വകുപ്പിന് ഉള്ള പരിമിതമായിട്ടുള്ള അധികാരം, ദേവസ്വം വകുപ്പിനുള്ള അധികാരം എന്ന് പറയുന്നത് ഒരു ആളെ, ഒരു ക്ഷേത്രത്തോടും ആരാധനയോടും വിശ്വാസത്തോടും ഒക്കെ കൂറുള്ള ഒരാളെ ദേവസ്വം ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്യാമെന്നുള്ളതല്ലാതെ, അങ്ങനെ ഒരു ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുക്കാമെന്നുള്ളതല്ലാതെ ദേവസ്വം ബോർഡുകളുടെയോ ക്ഷേത്രങ്ങളുടെയോ ദൈനംദിന പ്രവർത്തനങ്ങളിലോ ഭരണ കാര്യങ്ങളിലോ അവിടുത്തെ വിശ്വാസത്തിൻ്റെ പ്രശ്നത്തിലോ അവിടെ നടക്കുന്നതായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലോ ഇടപെടാൻ യാതൊരു കാര്യവുമില്ല സാർ. ഇപ്പോൾ 3 പേർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അംഗങ്ങളായിട്ട് വരുമ്പോൾ 2 പേരെ തിരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ് സാർ. 2 പ്രതിനിധികൾ വരുന്നത്. ഒരാൾ മാത്രമാണ് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു അവകാശവും അധികാരവും മാത്രമേ സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ളൂ. പിന്നെ ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഖജനാവിൽ നിന്ന് നമ്മൾ പണം ചെലവഴിക്കുന്നു. വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കുന്നതായിട്ടുള്ള വലിയ ഉത്സവങ്ങൾ നടക്കുമ്പോൾ ആ ഉത്സവങ്ങളിൽ എത്തിച്ചേരുന്ന ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വിവിധ വകുപ്പുകളുടെ ഏകോപനം സാധ്യമാക്കി അവിടെയെല്ലാം വളരെ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ മെഷീനറിയെ ചലിപ്പിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് സാർ ദേവസ്വം വകുപ്പും ഗവൺമെൻറ്റും ചെയ്യുന്നത് സാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്താണ് വളരെ പ്രധാനപ്പെട്ട ഉത്സവ ചടങ്ങുകൾ ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഏകോപനം സാധ്യമാക്കുന്നത് സാർ. തിരുവനന്തപുരത്ത് ലക്ഷക്കണക്കായിട്ടുള്ള സ്ത്രീകൾ പങ്കെടുക്കുന്ന വലിയ പൊങ്കാല നടക്കുന്നുണ്ട് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് സാർ. അവിടെ ഒരു അവലോകന യോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ്. ദേവസ്വം മന്ത്രിയും തിരുവനന്തപുരത്തെ മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ടുള്ള മറ്റു ചില അവലോകന യോഗങ്ങൾ നടക്കും. എല്ലാ വകുപ്പുകളെയും കൂട്ടിച്ചേർത്ത് ഒരു കുറ്റമറ്റ തരത്തിൽ തിരുവനന്തപുരം നഗരസഭ ഫലപ്രദമായിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇപ്പോൾ പുതിയ മേയറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ആ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതായിട്ടുള്ള ആ ഉത്സവം കഴിയുമ്പോൾ നഗരസഭയ്ക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരു അംഗീകാരം ആ മാധ്യമങ്ങൾ തന്നെ പലപ്പോഴും ഇടതുപക്ഷത്തെ എതിർക്കുന്ന മാധ്യമങ്ങൾ പോലും അത് കഴിയുമ്പോൾ നഗരസഭയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് നേതൃത്വത്തിൽ ആ ഉത്സവം വളരെ ഭംഗിയായിട്ട് നടത്തുന്നതിനെടുത്ത നടപടിയെ ശ്ലാഘിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് സാർ യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനും തദ്ദേശഭരണ സ്ഥാപനങ്ങളും ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത്. പക്ഷേ ക്ഷേത്രങ്ങളിൽ ചില സ്പോൺസർമാർ, ആ സ്പോൺസർമാരുടെ വേഷത്തിലുള്ള കുറച്ച് ആളുകൾ, അവർ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ഔദ്യോഗിക ഉദ്യോഗസ്ഥ വൃന്ദം, അവിടെ നടക്കുന്നതായിട്ടുള്ള ചില തെറ്റായിട്ടുള്ള സംഗതികൾ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പല സംഭവങ്ങളും പല ക്ഷേത്രങ്ങളിലും മറ്റ് ആരാധനാലയങ്ങളിലൊക്കെ നടക്കുന്നുണ്ടെന്ന് വേണം നമുക്ക് കരുതാൻ സാർ. അപ്പോൾ അതുകൊണ്ട് അക്കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു പരിശോധന യഥാർത്ഥത്തിൽ ആവശ്യമാണ്. ഇപ്പോൾ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നത്തിൽ നിശ്ചയമായിട്ടും അന്വേഷണം വളരെ ശരിയായിട്ടുള്ള ദിശയിൽ പോകുന്നു എന്ന് NSSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ ഇന്നലെ പ്രസ്താവിച്ച കാര്യം ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഞാൻ ഓർക്കുകയാണ് സാർ. വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണത്തിൽ അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവിശ്വാസികളായിട്ടുള്ള വിശ്വാസികളുടെ ഇല്ല സാർ, ഞാൻ അധിക സമയം എടുക്കുന്നില്ല സാർ. സംസാരിച്ചിട്ടില്ല സാർ ഞാൻ ഉടനെ അവസാനിപ്പിക്കാം സാർ. വിശ്വാസികളുടെ വേഷം കെട്ടി നടക്കുന്ന ചില അവിശ്വാസികൾ
വിശ്വാസത്തെ ചൂഷണം ചെയ്ത് തങ്ങളുടെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കരുതി നടക്കുന്ന ചില അവിശ്വാസികൾ, അവരാണ് സാർ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ വഷളാക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്. സാർ, നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പൊതു സേവനാവകാശം നാടിൻ്റെ പുരോഗതിക്കും മറ്റുമെല്ലാം തന്നെ വളരെ പ്രയോജനകരമാകും. ആ ബില്ല് ചരിത്രപരമായിട്ടുള്ള ഒന്നായി മാറും. കേരളത്തിൻ്റെ നിയമനിർമ്മാണ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ബില്ലുകളിൽ ഒന്നായി ഈ ബില്ല് മാറാൻ വേണ്ടി പോവാണ് സാർ. ഈ ബില്ലിന് എല്ലാവിധ പിന്തുണയും ഞാൻ നൽകുകയാണ് സാർ.